വ്ളോഗർക്ക് ഒരു ചായ സൽക്കാരത്തിന് വരാൻ ഒഴിവുണ്ടോ? ചോദ്യത്തിൽ ഇച്ചിരി കളിയാക്കലുണ്ടെങ്കിലും എന്നെ കാര്യമായിട്ട് ക്ഷണിച്ചതാട്ടോ. ഇങ്ങളുടെ നാട്ടിലുണ്ടോ ഇതുപോലത്തെ നാട്ടുകാർ? എന്നാൽ എൻ്റെ നാട്ടിലുണ്ട്. ഇവരുടെ ഈ ഒത്തുകൂടലേ ഇടയ്ക്കിടയ്ക്കുണ്ട്. രാവിലെ മുതൽ അന്തിയോളം വരെയുള്ള കുടുംബത്തെ പണികളിൽ നിന്നൊക്കെ ഇച്ചിരി ആശ്വാസം കിട്ടണതേ ഇവർക്ക് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുമ്പോഴാണ്. ഓരോ വിഭവങ്ങളും ഓരോരുത്തരും ഉണ്ടാക്കിക്കൊണ്ടെന്ന് അത് സന്തോഷത്തോടു കൂടി കളിച്ചും രസിച്ചും നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നും കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അതൊന്ന് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ളവരുടെ ഈ നാട്ടുംപുറങ്ങളിൽ ഇവരിടയ്ക്കൊക്കെ കൂടാറുണ്ടെങ്കിലും ഞാനങ്ങനെ വരാറില്ല കേട്ടോ. എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയണതാണ് സത്യം. ഇന്നിപ്പോൾ ഓവനിൽ കേക്കും ബേക്കാവാൻ വെച്ച ഈ സൽക്കാരത്തിനുള്ള വരവ് അടുത്തായോണ്ട് ഇന്ന് വിളിച്ചപ്പോൾ ഒന്ന് ഇറങ്ങാൻ തന്നെ കരുതി. പലരും പറയാറുണ്ടേ സമപ്രായക്കാരാകുമ്പോഴേ ഒരു ഫീല് കിട്ടുള്ളൂ എന്നൊക്കെ. എല്ലാം വെറുതെ കേട്ടോ. പ്രായം ഒന്നിനൊരു വിഷയമല്ല. ഇതിലിപ്പോൾ എന്നേക്കാൾ ഒരുപാട് ഓണം മുന്നേ ഉണ്ടവരുമുണ്ട്, ഞാനുണ്ടതിന് ശേഷം ഉണ്ടവരുമുണ്ട്. എങ്ങനെയാണേലും എല്ലാം ഒരു അച്ചിലിട്ട് വാർത്ത പോലെയാണ്. ഇവിടുത്തെ പാടവും അന്തരീക്ഷവും ഇതിലേ പോകുന്ന ട്രെയിനിൽ നിന്ന് ആരോ തരുന്ന ഓരോ ടാറ്റയ്ക്ക് എന്തൊക്കെയോ ഒരു ഫീലുണ്ട്. നേരം ഇരുട്ടി തുടങ്ങിയോണ്ട് തന്നെ ഒരുപാട് നേരം ഇവിടെ നിൽക്കൽ എളുപ്പമല്ല കേട്ടോ. വൈകിയ എൻ്റെ കേക്ക് ചിലപ്പോൾ കരിഞ്ഞ് നാശകൂശമായി പോവും. ഞാനും ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. സെയ്ബാപ്പി ആടിൻ്റെ പിന്നാലെ ഓടാൻ തിരക്കിലാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നാളെ കാണാം.